ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അർപ്പിത എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് അർപ്പിത, യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഹസ്ബൻഡ് ഒരു ബാങ്കിലെ മാനേജരാണ്. ഞാനും ബാങ്കിങ് മേഖലകളിലാണ് പഠിച്ചത്. പക്ഷേ ഇതുവരെയും ജോലിയായിട്ടില്ല. ഞാനിപ്പോഴും കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഹസ്ബൻഡിൻ്റെ വീട്. എൻ്റെ ബന്ധു വഴി വന്ന ഒരാലോചനയാണ്. എനിക്കും ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഈ വിവാഹം നടന്നത്. അവരുടെ വീട്ടിൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ ഹസ്ബൻഡ്, അത്രയും പേർ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ അനിയത്തിയുണ്ട്. അവളുടെ കല്യാണം 2 വർഷം മുമ്പ് കഴിഞ്ഞതാണ്. പക്ഷേ അതൊരു പ്രേമ കല്യാണമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിനോ അവരുടെ വീട്ടുകാർക്കോ അത് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അവളുടെ നിർബന്ധപ്രകാരം അത് നടത്തിക്കൊടുത്തു. പക്ഷേ എന്ന് വെച്ച് അവരാരും തമ്മിൽ ഒരു കണക്ഷനുമില്ല. അവൾ ഇങ്ങോട്ട് വരാറില്ല. ഫോണിൽ വിളിച്ച് വല്ല വിശേഷങ്ങളും അറിയുന്നുള്ളതല്ലാതെ അവൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഒരു സുന്ദരനാണ്. അദ്ദേഹത്തെ കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത്. ആദ്യം അവരുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ അമ്മ വളരെ ചെറുപ്പമായിട്ടും അവിടുത്തെ അച്ഛൻ കുറേയേറെ പ്രായമുള്ള ഒരാളായിട്ടുമാണ് എനിക്ക് തോന്നിയത്. ഞാൻ അമ്മായിയമ്മയോട് സംസാരിച്ചപ്പോൾ, പണ്ടത്തെ കാലത്ത് വയസ്സ് വ്യത്യാസമുണ്ട് മോളെ, ഇതേപോലെ അദ്ദേഹവും ബാങ്കിൽ ജോലിയല്ലായിരുന്നു, വീട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതാണ് എന്ന് വെച്ചിട്ട് എൻ്റെ മോനെ നിന്നേക്കാൾ 5 വയസ്സിന് മാത്രം മൂപ്പുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒന്ന് കിള്ളിച്ചിരിക്കുകയും ചെയ്തു. എന്തായാലും അവർ അത്യാവശ്യം സമ്പന്ന കുടുംബമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടക്കുന്ന ആളാണ്. പക്ഷേ ഭർത്താവ് ബാങ്ക് മാനേജറെ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലോ പത്രാസോ ഒന്നുമില്ല. പ്രായമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് അവരുടെ വീട്ടിലെ അവസ്ഥ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ സമീപനം, അദ്ദേഹം വളരെ തിരക്കുള്ള ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് പ്രത്യേകിച്ച് സ്നേഹം കൂടുതലോ കുറവോ ഒന്നുമില്ല. മിനിമം ലെവലിൽ പോകുന്നു. മറ്റു കാര്യങ്ങൾക്ക് വലിയൊരു രീതിയിലുള്ള ഊർജ്ജം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അത്യാവശ്യം എന്നോട് ചോദിച്ചറിഞ്ഞ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളുമൊക്കെ അത്യാവശ്യം പങ്കുവെക്കുന്ന ആളാണ്. ഒരു കാമകൻ്റെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒന്നും ഒരിക്കലും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അതൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നൊരു ദാമ്പത്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന് 10 ദിവസം അമ്മായിമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴേക്കും അമ്മായിമ്മ അങ്ങ് പോകും. പിറ്റേ ദിവസം രാവിലെ വരികയുള്ളൂ. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ അനിയത്തി, അതായത് കുഞ്ഞമ്മ, അവർ തനിയാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചു പോയതാണ്. അവിടെ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവർക്ക് കുറച്ച് പ്രായമായപ്പോഴുണ്ടായതാണ് ആ കുട്ടി. പെൺകുട്ടിയാണ്. ആ കുട്ടിയും കുഞ്ഞമ്മയും മാത്രമേ അവിടെയുള്ളൂ. അവർക്ക് കൂട്ടുകിടക്കാനാണ് എൻ്റെ അമ്മായിമ്മ പോകുന്നതാണ് പറഞ്ഞത്. പക്ഷെ കല്യാണത്തിനോ അല്ലെങ്കിൽ ഇതിനിടയ്ക്കോ ഒന്നും അമ്മായിമ്മയുടെ അനിയത്തിയോ ആ കുട്ടിയോ ഞാൻ കണ്ടിട്ടുമില്ല. അവിടെ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണ് അവരുടെ വീടെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞമ്മയും മോളെ ഒന്ന് കാണണമെന്ന്. എന്താ അവർ കല്യാണത്തിന് വരാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അത് പിന്നെ അവൾ വിധവയല്ലേ, അത് മാത്രമല്ല ഒരു പ്രത്യേകതര സ്വഭാവമാണ്. അടുത്തൊന്നും ആരോട് പെരുമാറില്ല. ഞാൻ പോയി അവൾക്ക് കൂട്ടുകിടക്കുന്നത് മാത്രമാണ് അവൾക്ക് ഇഷ്ടം. അല്ലാതെ ആരോട് സഹകരിക്കില്ല. അല്ല, ആരോട് സഹകരിക്കാതെ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. എന്നാലും അവൾ ഒരു കാര്യത്തിനും വരില്ല മോളെ. അവളുടെ വീട്ടിലേക്ക് ഒരു ദിവസം നമുക്ക് പോകാം, പക്ഷേ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഭർത്താവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, കുഞ്ഞമ്മൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, നീ ശ്രദ്ധിക്കണ്ട, അമ്മ പറയുന്ന പോലെ അങ്ങ് നിന്നാൽ മതി, അവരെ കണ്ടിട്ട് നിനക്കിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന്. എങ്കിലും അമ്മാമ്മയുടെ ഈ പോക്കുവരവ് വളരെ ദുരൂഹതയുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്തായാലും അവരെ വെറുതെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. സ്വതവേ എനിക്ക് ഇത്തിരി സംശയവും ഒക്കെ കൂടുതലുള്ള ടൈപ്പാണ്. അങ്ങനെയാണ് ഞാൻ ഈ പോക്കുവരയിൽ സംശയിച്ചത്. ഒരു ദിവസം ഞാൻ അമ്മയോട് ഇത് പറയുകയും ചെയ്തു, അതായത് എൻ്റെ അമ്മയോട്. അമ്മ പറഞ്ഞു, അത് അവരുടെ അനിയത്തിയൊക്കെ അല്ലേ, അവരത് മാനേജ് ചെയ്യും. നീ എന്തിനാണ് ഇവിടെ നടക്കുന്ന പോലെ അവിടെ പോയി സ്പൈ വർക്ക് ചെയ്യുന്നത്? അതിൻ്റെ കാര്യമില്ല, ഭർത്താവിൻ്റെ വീടാണ്, അടങ്ങി ഒതുങ്ങിയിരിക്കും പെണ്ണേ, നിന്റെ ഭർത്താവിന് വല്ല ബന്ധമുണ്ടോ എന്ന് മാത്രം നീ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറയുകയും ചെയ്തു. എനിക്കാണെങ്കിൽ കുറച്ച് നല്ല ഫ്രണ്ട് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അവളുമാരും ഞങ്ങളുമെല്ലാം ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്ത്രീകൾ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യും. ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ്. പിന്നെ അവർക്കൊക്കെ എൻ്റെ അമ്മായിയമ്മ നന്നായിട്ട് അറിയുകയും ചെയ്യാം. കാര്യം അവളുമാർ ആഴ്ചയൊരിക്കലെങ്കിലും ഇങ്ങോട്ട് വരാറുമുണ്ട്. ഭർത്താവ് ഇവിടെയില്ല, ബിസിയാണ്. അമ്മായിയമ്മയ്ക്ക് അവർ വരുന്നതിൽ ഒട്ടും പ്രശ്നവുമില്ല.
എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പ്രണിത. അവളും ഞാനും കൂടെയാണ് സർവ്വ കുഞ്ഞായ്മകളും പണ്ടൊട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം അമ്മായിയമ്മ ഇങ്ങനെ വൈകുന്നേരം വേറൊരു വീട്ടിലാണ് പോയി കിടക്കുന്നതെന്നും പിന്നെ കുഞ്ഞമ്മയെ ഞാൻ കണ്ടിട്ടില്ലെന്നും അമ്മായിയമ്മ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ലെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളാണ് എന്നോട് പറഞ്ഞത്, ഇത് വളരെ സംശയമുള്ള ഒരു സംഗതിയാണ്. നിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്ത് ദുരൂഹതയുണ്ട്? അങ്ങനെ ഒരു കുഞ്ഞമ്മയുണ്ടോടി? കുഞ്ഞമ്മയുണ്ടെങ്കിൽ അവരെന്താ നിങ്ങളുടെ വീട്ടിൽ വരാത്തത്? നിൻ്റെ ഭർത്താവ് എന്തോ മറക്കുന്നുണ്ട്. എന്തൊക്കെയോ സംശയങ്ങളുണ്ട് മോളെ. നീ സ്പൈ വർക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞു. എന്തായാലും അവരുടെ പുറകെ പോകുന്നതിന് പകരം ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ നാത്തൂനെയാണ്. കല്യാണത്തിന് അവൾ വന്നിരുന്നു. ഈ വീട്ടിലേക്ക് അങ്ങനൊന്നും വരാറില്ലല്ലോ. പക്ഷേ ഞാനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ സംസാരിക്കാറുണ്ട്. എൻ്റെ ഭർത്താവ് അവളോട് സംസാരിക്കാറില്ല. ഞാനിപ്പം അവളോട് ചോദിച്ചു, മോളെ എടി എന്തായി സംഭവിക്കുന്നത്? നിൻ്റെ അമ്മ എന്നും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ പോകുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, അവിടെ കുഞ്ഞമ്മയുമില്ല വല്യമ്മയുമില്ല. അമ്മ പോകുന്നത് അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയനുണ്ട്. അയാളുടെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്ത് കഥയാ മോളെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഒരമ്മയെക്കുറിച്ചിട്ടും മക്കളിങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ അമ്മയ്ക്ക് എന്നോട് യാതൊരു കൺസിഡറേഷനുമില്ല. അതുകൊണ്ട് ഞാനിത് പറയാം. ശരിക്കും എൻ്റെ അച്ഛനാണല്ലോ അമ്മയെ കല്യാണം കഴിച്ചത്. ആ സമയത്ത് അവരെല്ലാവരും കൂടി ആ തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ വേറെ വീട് വെച്ച് മാറിയതാണ്. അച്ഛൻ അന്നേ ബാങ്കിലെ ജോലിക്കാരനാണല്ലോ. അത് കണ്ടിട്ടാണ് അമ്മയുടെ വീട്ടുകാർ സൗന്ദര്യം കുറവായ അച്ഛനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സുന്ദരിയായ എൻ്റെ അമ്മയെ നിർബന്ധിച്ചത്. അമ്മയ്ക്കാണെങ്കിൽ അതൊട്ടും താല്പര്യമില്ല. ഏതോ രാജകുമാരൻ്റെ സ്വപ്നം കണ്ട് കാത്തിരിക്കുകയായിരുന്നു. പിന്നെ സത്യം പറയാൻ ചേച്ചി, എൻ്റെ അമ്മ പണ്ടേ ഇത്തിരി ഇളക്കക്കാരിയാണ്. വിവാദമായ പല കാര്യങ്ങളും ആ നാട്ടിൽ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. പേർദോഷം വരെ കേൾപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മുത്തശ്ശി എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ, വീട്ടുകാരങ്ങൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. തറവാട്ടിൽ വന്ന് ഇഷ്ടമില്ലാതെ അമ്മ അച്ഛൻ്റെ കൂടെ ജീവിച്ചു. അതിനിടയ്ക്ക് ഞങ്ങൾ 2 മക്കളുമുണ്ടായി. പക്ഷേ അപ്പോൾ ഞങ്ങളുടെ കൊച്ചച്ഛനില്ലേ, പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കോളേജിൽ പോകുന്ന സമയമായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ആ സമയത്താണ് എൻ്റെ അമ്മ ഇവിടെ വന്ന് 2 കുട്ടികളുമായി ഭർത്താവുമായി പൊരുത്തമില്ലാതെ ഈ വീട്ടിൽ അമ്മായിമ്മ പോരുമായിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. പക്ഷേ വന്നു കയറിയ എൻ്റെ കൊച്ചച്ഛനെ കണ്ട് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. അമ്മ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴും പഠിക്കുകയാണ്, പക്ഷേ മുതിർന്ന പുരുഷനായി. കണ്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ലാതായി. അനിയനെ ഉണ്ണാനും മൂട്ടാനും ഒക്കെ അങ്ങ് നിന്നു. അങ്ങേരുടെ ജോക്കി വരെ നനച്ചു കൊടുക്കാനും തുടങ്ങി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്ന് 6 മാസമാകുന്നതിന് മുമ്പേ അനിയനെ ചാക്കിലാക്കി. കിളുന്ന പയ്യനല്ലേ. അപ്പോൾ പുള്ളിക്കാരുടെ ഇഷ്ടമങ്ങ് സാധിച്ച് നടന്നു കിട്ടി. അതാണെങ്കിൽ എൻ്റെ അച്ഛമ്മ, അതായത് അമ്മയുടെ സ്വന്തം അമ്മായിയമ്മ കണ്ടുപിടിക്കുകയും ചെയ്തു. അതോടുകൂടി ആ ഫാമിലിയിൽ വലിയ വഴക്കും വക്കാണങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അമ്മ കടുകിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. കൊച്ചച്ഛനും മാറിയില്ല. കൊച്ചച്ഛനും അവിടെ തന്നെ നിന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ചേട്ടനും അനിയനും ഒരേ താളത്തിൽ അമ്മ സദ്യ വിളമ്പിക്കൊടുത്തു. എൻ്റെ അച്ഛൻ ആദ്യം വെറുത്തെങ്കിലും പിന്നീട് അതുകൊണ്ട് ഒരു ഫലവുമില്ലെന്നായി. അങ്ങനെയാണ് അവിടുന്ന് താമസം മാറിയത്. താമസം മാറിയിട്ട് അമ്മ നിർത്തുമോ? അമ്മ സ്ഥിരം അങ്ങോട്ട് പോകാൻ തുടങ്ങി. പിന്നീട് കാലക്രമേണ അച്ഛനും അമ്മയും ഒരു യാന്ത്രിക ജീവിതം നയിക്കാൻ തുടങ്ങി. എങ്കിലും അമ്മ തന്നെയാണ് ഇവിടെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെയും അനിയനെയും അമ്മ കൈയാളി ഭരിക്കുകയാണ്. 2 പേരും സൈലൻ്റാണ്. അമ്മയാണ് എല്ലാവരെയും ആട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അമ്മായിയമ്മയൊക്കെ മരിച്ചുപോയി. തറവാട്ടിൽ അവിടെ കൊച്ചച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ചോരയും നീരുള്ളത് ആർക്കാണ്? കൊച്ചച്ഛൻ. അപ്പോൾ പിന്നെ അമ്മ അങ്ങോട്ട് പോകാതിരിക്കുമോ? അതുകൊണ്ടാണ് എന്നും വൈകിട്ട് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോഴാണ് എനിക്ക് കഥകളൊക്കെ ക്ലിയർ ആയത്. ഞാനെന്ന് പറയുന്ന പൊട്ടി മാത്രമാണ് ഇതൊന്നും മനസ്സിലാക്കാതിരുന്നത്. അവിടെയുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇവിടുത്തെ കഥകളറിയാം. പക്ഷെ ആരും എന്നോടൊന്നും പറഞ്ഞില്ല. എൻ്റെ ഭർത്താവിനും നല്ല ക്ലിയറായിട്ടറിയാം. പക്ഷെ അദ്ദേഹത്തിന് അമ്മയെ എതിർക്കാനുള്ള ശക്തിയില്ല. അല്ലെങ്കിലും അമ്മയുടെ പേഴ്സണൽ വിഷയത്തിൽ മകൻ എന്തിനാ എതിർക്കുന്നത്? ഇവർക്ക് എന്നോട് ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ഞെട്ടലിൽ നിന്നും പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർക്കുകയും ചെയ്തു. ഈ വിവരം ഞാൻ പ്രണതിയോട് പറഞ്ഞു. കണ്ടോ എന്നിട്ട് അവരെന്താ പറഞ്ഞത്? കുഞ്ഞമ്മയുടെ വീട്ടിൽ പോവാണെന്ന്. അവർ വലിയൊരു കള്ളിയാണ്, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ സൂക്ഷിച്ചോളാമെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും അമ്മായിയമ്മയോട് വളരെ നോർമലായിട്ടാണ് ഞാൻ
പെരുമാറിയത്. കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകണമെങ്കിൽ അവർ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാനും വിചാരിച്ചു. മാഡം, ഒരു ദിവസം പ്രണതി എന്നോട് വിളിച്ചു പറഞ്ഞു, എടി ഞാൻ നിനക്കൊരു വീഡിയോ അയക്കാം, അത് നീ കാണണം, കണ്ടിട്ട് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. അവൾ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങ് പ്രശസ്തമായ വീഡിയോ ആണ്. നോക്കുമ്പോഴുണ്ട് അമ്മായിയമ്മയാണ് അതിലെ പ്രധാന താരം. ഒരു മടിയുമില്ലാതെ അമ്മായിയമ്മ കുലുക്കിക്കുത്ത് നടത്തുന്നത് കണ്ട് ഞാനും ഞെട്ടിപ്പോയി. ഇവർക്ക് എങ്ങനെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനുള്ള അനുമതി കൊടുക്കാൻ തോന്നുന്നു? അതുമാത്രമല്ല മാഡം, പിന്നാമ്പുറവും മുന്നാമ്പുറവും എല്ലാം വ്യക്തമാണ്. കൂടെ നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ, അയാളുടെ മുഖവും നല്ല വ്യക്തം തന്നെയാണ്. എല്ലാം നല്ല HD ക്ലാരിറ്റിയിൽ തന്നെ. സത്യം പറഞ്ഞാൽ അത് കണ്ട് ഞെട്ടിപ്പോയി. ഒരു സ്ത്രീയും ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അഥവാ ഇതൊക്കെ പുറത്തായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാന്നോർത്ത് എപ്പോഴും ദുഃഖിക്കും. ഈ അമ്മായിമ്മ അറിഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള വീഡിയോ പുറത്തായെന്ന്? ഇതിപ്പം ആരോട് പറയണം? ഭർത്താവിനോട് പറയണോ, അമ്മായിമ്മയോട് പറയണോ? എനിക്ക് കൺഫ്യൂഷനായി. ഞാൻ പ്രണതിയോടൊന്നും പറഞ്ഞില്ല. പോട്ടെ, ഇതിപ്പം വൈറലാകാതെ നീ നോക്കണേ, നീ ആർക്കും കൊടുക്കല്ലെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ഞാൻ എന്തിനാ കൊടുക്കുന്നത്, ഇത് സോഷ്യൽ മീഡിയയിൽ വന്നതല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് അമ്മായിയോട് സംസാരിക്കാൻ തീരുമാനിച്ചു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ അമ്മയുടെ വീഡിയോയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ എന്നെ കാണിച്ചു. അതവർ കണ്ടു കഴിഞ്ഞിട്ട് പറയുകയാണ്, അയ്യോ ഇത് 2 വർഷം മുമ്പുള്ള വീഡിയോ മോളെ, പുതിയത് വേറെ ഉണ്ടെന്ന്. അത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സാധാരണ ഒരാൾ അയ്യോ ഇത് ഞാനല്ല, ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേഷനാണ് എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ പുള്ളിക്കാരി മുൻപും പിൻപും ഒന്നും ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിലും വളരെ കൂളായിട്ട് പറഞ്ഞു, അമ്മേ ഈ നിൽക്കുന്നത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അത് ഞങ്ങളുടെ ടീമിലുള്ളൊരു വ്യക്തിയാണെന്ന്. ഫ്രണ്ട്സ് വല്ലതും ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കൊച്ചച്ഛനല്ല. ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് അറിയാം കാര്യം, കല്യാണത്തിന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ടീമിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പിന്നെയും സംശയമായി. അമ്മേ ഇതൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് നാണക്കേടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, മോളെ ഇതങ്ങനെ അവിചാരിതമായിട്ട് ഷൂട്ട് ചെയ്തൊന്നുമല്ല, അല്ലാതെ തന്നെ ഞങ്ങൾ ഇത്തരം വീഡിയോകൾ എടുക്കാറുണ്ട്. അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? സത്യം പറ അമ്മ, ഇനിയെങ്കിലും രഹസ്യങ്ങൾ എന്നോട് പറയൂ. വൈകുന്നേരം ആകുമ്പോൾ അമ്മ കുഞ്ഞമ്മയുടെ വീട്ടിലല്ല പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചച്ഛൻ്റെ കൂടെയല്ലേ അമ്മ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, ശരിയാണ്, നിന്നോട് കുറേ കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. അതിന് മെയിൻ കാര്യം എൻ്റെ മോനെ ഓർത്താണ്. അവന് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു, മാനേജ് ചെയ്തു. ഇനിയിപ്പം നിന്നോട് എല്ലാം ഞാൻ തുറന്നു പറയാം. നീ എവിടുന്നെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വന്നു 2 കുട്ടികളുമായി. എനിക്ക് ഭർത്താവുമായിട്ട് എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ മടിയായിരുന്നു. അതിന് പ്രധാന കാരണം അദ്ദേഹത്തിന് സൗന്ദര്യമില്ല, പ്രായവ്യത്യാസമില്ല, അതൊന്നും അല്ലായിരുന്നു മോളെ. എനിക്കിപ്പം നിന്നോടത് പറയാൻ പറ്റും. കാര്യം പണ്ട് തൊട്ടേ, അതായത് പ്രായപൂർത്തിയായപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിൽ അമിതമായ ചില മോഹങ്ങളായിരുന്നു. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ ഇളക്കമാണ്. എനിക്കൊരിക്കലും കല്യാണം കഴിച്ച് ഒരാളുടെ കൂടെ അടങ്ങി നിൽക്കാൻ പറ്റില്ലെന്ന് അറിയാമായിരുന്നു. എനിക്ക് പല വള്ളത്തിലും കയറി അമരത്തിരുന്ന് തുഴഞ്ഞു പോകണം, ഇതായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ അതൊന്നും നടക്കില്ല. കരിയിലേക്ക് തീ കൊടുത്ത പോലുള്ളൊരു മനസ്സായിരുന്നു എൻ്റേത്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ പ്രതീക്ഷിക്കാൻ മാത്രം ഒന്നുമില്ലായിരുന്നു മോളെ. വെറുതെ യാന്ത്രികമായൊരു കാര്യം. അതിൽ നിന്ന് 2 കുട്ടികളുമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കപ്പുറത്തില്ലാതായി. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു ഓപ്ഷനുമില്ല. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ അനിയൻ വീട്ടിലേക്ക് വന്നത്. ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ്റെ രീതിയിലുള്ള ഒരു അനിയനല്ല, നല്ല മുഖസൗന്ദര്യമുള്ള, ഞാൻ പ്രതീക്ഷിച്ച പോലൊരു പുരുഷൻ. എന്നേക്കാൾ പ്രായം ഇത്തിരി ഇളയതാണെങ്കിലും എനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവൻ്റെ മുറിയിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും,
കിന്നാരം പറയും. എൻ്റെ കൈകൾ കൊണ്ട് ആദ്യം ഞാൻ വാത്സല്യം കാണിച്ച് ഒന്ന് ശരിപ്പെടുത്തിയെടുത്തു. അത് കഴിഞ്ഞ ശേഷം അവന് വേണ്ടി പല കാര്യങ്ങളിലും ഞാൻ മുൻകൈ എടുത്തു. ചുരുക്കം പറഞ്ഞാൽ 6 മാസം കൊണ്ട് ഞാൻ അവനെ എൻ്റെ കളിത്തോണിയിൽ തുഴയാൻ പഠിപ്പിച്ചു. അതുവരെ ആറ്റിനിക്കരയ്ക്ക് നിന്ന് ഞാൻ കണ്ടതേയുള്ളൂ അക്കരെ എന്താണെന്ന്. അന്നാണ് മോളെ ഞാൻ മനസ്സിലാക്കിയത്. അവനെ വിടാൻ പറ്റുമോ? പിന്നെ ഭർത്താവ് ഉറങ്ങിയ ശേഷം എന്നും ഞാൻ അവൻ്റെ മുറിയിൽ പോകും. ഒരു വട്ടം അമ്മായിമ്മ അത് കണ്ടുപിടിച്ചു, വലിയ പ്രശ്നമാക്കി. എൻ്റെ ഭർത്താവും എന്നെ ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, എന്നെ ഉപേക്ഷിക്കൂ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ജീവിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അമ്മായിമ്മയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ചേട്ടനും അനിയനും കൂടി ഇവിടെ ജീവിച്ചു പോയിക്കോട്ടെ, അതിനിടയ്ക്ക് അവളും കഴിഞ്ഞോളുവെന്ന്. അതെനിക്ക് ലൈസൻസ് ആയിരുന്നു. എൻ്റെ ഭർത്താവിനെ പിന്നീട് ഞാൻ ശരിക്കും വെറുത്തു. അങ്ങേരെ ഞാൻ അടുപ്പിച്ചതേയില്ല. അങ്ങേരുടെ വഴിക്ക് പോയി കാണും. ഇനി പോയാലും വലിയ ഗുണമൊന്നുമില്ല. ഒരു പെണ്ണും അയാളെ അടുത്ത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ താൽക്കാലികമായ ഒരാശ്വാസം ഭർത്താവിൻ്റെ അനിയനിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം, അങ്ങേർക്കും എന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ മോഹങ്ങൾ അതിനു മേലെയായിരുന്നു. ഒരു ദിവസം 1-2 അംഗം ജയിച്ചാലൊന്നും എനിക്ക് പുറത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് അങ്കത്തട്ടിൽ കയറണം. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹവും ഞാനും കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സമവായത്തിലെത്തി. കാര്യം, പുള്ളിക്ക് കല്യാണം കഴിച്ചൊന്നും ജീവിക്കാൻ ആഗ്രഹമുള്ള കൂട്ടത്തിലല്ല. സ്വതന്ത്രനായി ജീവിക്കണം. ഒരേ ഒരു സ്ത്രീ എന്നുള്ള കൺസെപ്റ്റൊന്നും പുള്ളിക്കുമില്ല. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് എനിക്ക് വേണ്ടി സഹായ സഹകരണവുമായി ആദ്യം കടന്നു വന്നത്. അന്ന് പുള്ളിക്കാരൻ ഒരു ബിസിനസ് ആരംഭിച്ചിരുന്നു. അതിൻ്റെ ധാരാളം കസ്റ്റമേഴ്സും ആളുകളും ഒക്കെ അദ്ദേഹത്തിന് പരിചയക്കാരുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പിന്നീട് പല സ്ഥലത്തും പലയിടത്തും വരാൻ തുടങ്ങി. ഭർത്താവുമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലായിരുന്ന ഞാൻ കൊച്ചച്ഛൻ്റെ കൂടെ സുഖമായി വിരാജിച്ച് നടക്കുകയായിരുന്നു. കാര്യം, എങ്കിലേ എൻ്റെ അഗ്നി കെടുത്താൻ പറ്റുകയുള്ളൂ. എത്ര, എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല മോളെ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ എനിക്ക് വേണ്ടി എല്ലാത്തിനും തുണയായി. കാര്യം, അയാൾക്കെൻ്റെ മനസ്സും എല്ലാം മനസ്സിലായി. എനിക്കാണെങ്കിൽ എന്നും കഞ്ഞിക്കല അടുപ്പിൽ വയ്ക്കണം, നന്നായി തീ കൊളുത്തണം, കഞ്ഞി വെന്ത് വശങ്ങളിലൂടെ കഞ്ഞിവെള്ളം ഒലിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ എനിക്കിരിക്കപ്പുറത്തില്ല. അത്ര ഒരു മനസ്സാണ്. ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് പറ്റില്ല. ഇനിയിപ്പോൾ സാധാരണ പെണ്ണുങ്ങൾ റെസ്റ്റ് എടുക്കുന്ന ദിവസമാണെങ്കിൽ പോലും എനിക്ക് പറ്റില്ല. അന്നും എനിക്ക് ഒരു തവണയെങ്കിലും കഞ്ഞിക്കല അടുപ്പിൽ വെച്ച് തിളച്ച് തൂവണം. എൻ്റെ മനസ്ഥിതി അങ്ങനെയായിരുന്നു. സാധാരണ സ്ത്രീകൾ പോകെ 40 വയസ്സ് കഴിയുമ്പോഴെങ്കിലും അവർക്ക് കഞ്ഞി വെക്കാനുള്ള മനസ്ഥിതി ഇത്തിരി കുറയും. പക്ഷേ എനിക്ക് ഈ പ്രായത്തിലും എത്ര തവണ കഞ്ഞിക്കലം തിളച്ചു തൂവിയാലും ഇല്ലത്തമ്മ തുള്ളി എന്ന് പറഞ്ഞതുപോലെയാണ് മോളെ. അതുകൊണ്ട് പിന്നീട് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു 3 വർഷമായി ട്രാക്ക് മാറ്റി. അമ്മായിമ്മ മരിച്ചു പോയതിൽ പിന്നെ ആ വീട് അദ്ദേഹത്തിൻ്റെ മാത്രമായി. സ്വതന്ത്രനായി ഞാൻ അവിടെ പല സമയത്തും ഇപ്പോഴത്തെ പോലെ കുടിയേറാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡള്ളായി വരികയായിരുന്നു. സാമ്പത്തികമായ ഏറ്റക്കുറച്ചിലുകളുണ്ടായി. എൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കതുകൊണ്ട് മെച്ചമില്ലായിരുന്നു. എന്തായാലും എൻ്റെ ഭർത്താവ് എനിക്ക് തരുന്ന കാശ് കൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും കഴിഞ്ഞിരുന്നത്. പിന്നെ കുട്ടികൾക്കും അതുതന്നെയാണ് രക്ഷ. പക്ഷേ ഇത്രയും കാലം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നു. എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ മെച്ചം സ്വന്തമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. ഭർത്താവിൻ്റെ കാശും പിന്നെ അനിയൻ്റെ കാശും എനിക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടി. എന്നാലും കാശ് ചില സമയത്തൊക്കെ എനിക്കും ഒരു പ്രോബ്ലമായി വന്ന സമയത്താണ് ഭർത്താവിന് എന്നോട് പറഞ്ഞത്, എന്തായാലും നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് ക്യാഷും ഉണ്ടാക്കാമെന്ന്. ഞാനും ഓർത്തു അത് നല്ലൊരു ഐഡിയ ആണെന്ന്. ആദ്യം വരുന്നവരിൽ നിന്ന് കാശ് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ഞാൻ കുമ്മിയടിച്ചത്. അത് പിന്നെ കാലപ്പോക്കിൽ ഇപ്പോൾ HD മികവോടെയുള്ള പല ഷൂട്ടിങ്ങും ചിത്രീകരണങ്ങളുമായി. ഇതൊക്കെ മനഃപൂർവ്വം എടുക്കുന്നതാണ്. അതിനുള്ള പേയ്മെൻറ്റും എനിക്ക് കിട്ടുന്നുണ്ട്. 2 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോകളൊക്കെ പ്രചരിച്ച് ഞാൻ ഈ ഫീൽഡിൽ നല്ല ഹിറ്റാകുമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾക്കൊക്കെ അത് നല്ലൊരു വരുമാന മാർഗമാണ്. ഇത് നാണക്കേടുണ്ടെങ്കിൽ പോലും നല്ലൊരു തൊഴിലായിട്ട് അംഗീകരിക്കുന്ന സമയമാണ് മോളെ. അതുകൊണ്ട് എനിക്കിപ്പോൾ 2 വർഷമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ബാങ്കിൽ ഇഷ്ടം പോലെ ബാലൻസുമുണ്ട്. ഞാൻ
ഞാനിതൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ മകനിത് അറിയുമോയെന്നും എനിക്കറിയില്ല. ഇനിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചാൽ പോലും എനിക്ക് നിർത്താൻ പറ്റില്ല. കാര്യം എന്നും എനിക്ക് കഞ്ഞിക്കലം തിളപ്പിക്കണം. അതിപ്പോൾ വീഡിയോ ആണെങ്കിലും അല്ലാതാണെങ്കിലും പണവും വേണം എന്നാണ് അമ്മായിമ്മ പറഞ്ഞത്. അമ്മേ, ഇത് ശരിയല്ല. അമ്മ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള ഒരു മരുന്നും ഒരു ഡോക്ടറും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അവസാനം ഞാൻ വീഡിയോ സഹിതം ഇതെല്ലാം ഭർത്താവിനെ കാണിച്ചു. അമ്മയോട് സംസാരിച്ചതും പറഞ്ഞു. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞത്, അമ്മ പണ്ട് മുതലേ ഇങ്ങനെയാണ്. അമ്മയെ നിയന്ത്രിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇതിൽ എതിരിടാനും പറ്റില്ല. നമുക്ക് ഈ വീട് മാറിയിട്ട് ടൗണിലെങ്ങാനും ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം. അമ്മയുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. അല്ലാതെ ഇപ്പം എന്താ പറയുക? കാര്യം ഇത്തരം തൊഴിലൊക്കെ എടുക്കുന്ന മറ്റു പെണ്ണുങ്ങളും ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയവരും ഉണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത നാണക്കേട്, അവരുടെ കുടുംബങ്ങൾക്കില്ലാത്ത നാണക്കേട് എന്തിനാ നമുക്ക്? അമ്മയുടെ പാട്ടിന് വിട്ടേക്കുമെന്നാണ് ഭർത്താവ് പറഞ്ഞത്. എനിക്ക് പക്ഷേ എൻ്റെ അമ്മായിയമ്മയെ നല്ലൊരാളായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിട്ട് എനിക്ക് താല്പര്യമില്ല മാഡം. ഇതൊക്കെ അമ്മായിയമ്മയെ വിളിച്ചുകൊണ്ട് പോയി ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചാൽ മാറുമോ? ചിലപ്പോൾ ഞാൻ സ്നേഹത്തോടുകൂടി നിർബന്ധിച്ചാൽ വന്നേക്കും. പക്ഷെ അതിന് എന്തെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ മാഡം, അത്തരം ചികിത്സകൾക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാര്യം മനുഷ്യൻ്റെ വികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ അവർക്കത് മാറ്റണം, വേറെ ലെവലിലാകണം, സാധാരണ വീട്ടമ്മമാരെ പോലെ ജീവിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിങ്ങും അതേപോലെ തന്നെ സൈക്കോതെറാപ്പിയും ഒക്കെ അവർ വന്ന് മനസ്സാൽ അതിനെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കും. ചിലപ്പോൾ ചില മരുന്നുകളുടെയും ആവശ്യം വന്നേക്കാം. അതല്ലാതെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതമായ ഇൻട്രസ്റ്റുകളൊന്നും ആർക്കും പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. കാര്യം അതൊക്കെ ഉച്ചസ്ഥായിൽ പോയതാണ്. അപ്പം അവരെ നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് അവരുടെ സഹകരണത്തോടു കൂടി അവരെ വേറൊരു വഴിക്കാക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്നേഹത്തോട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കാം. പക്ഷേ മിക്ക സമയത്തും ഇങ്ങനെയുള്ള ആളുകൾ അതിനൊന്നും അടുക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്രയോ ആൾക്കാരെ കാണുന്നുണ്ട്. കാര്യം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നാണമോ അല്ലെങ്കിൽ കുടുംബക്കാർ കാണുമെന്നോ നാട്ടുകാർ കാണുന്നൊന്നുമില്ല. അവർ പറയും അതിനെന്താണ്, വിദേശത്തുള്ളവരൊക്കെ ഇങ്ങനെ കാണിക്കുക, അപ്പം നമുക്ക് കാണിക്കാൻ എന്താ കുഴപ്പം എന്ന് ഉള്ള രീതിയിൽ തന്നെ എല്ലാവരെയും വെല്ലുവിളിച്ച് പോകുന്നവരാണ്. ചിലപ്പോൾ അവരെയൊന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ശ്രമിച്ച് നോക്കുക. പറ്റിയില്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുക, അവർ അവരുടെ ജീവിതം ജീവിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് അംഗീകരിച്ച് നമ്മളും നമ്മുടെ വഴിക്ക് ഒതുങ്ങി പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ശ്രമിക്കണം. ഒരാൾ നല്ലവരാക്കാൻ ശ്രമിക്കുന്നതിനെ എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അതിന് ഞാനും സപ്പോർട്ടാണ്. ശ്രമിച്ചു നോക്കുക. ഇല്ലെങ്കിൽ അവരെ അവരുടെ പാട്ടിനെ വിടുക. കാര്യം അമിതമായ താല്പര്യമുള്ള പല വ്യക്തികളുണ്ട്, ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. ഏതൊരു കാര്യത്തിൽ അമിതമായ താല്പര്യമുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു മനോവ്യതിയാനമെന്നോ മനോരോഗമെന്നോ പറയാം. അത് കുടുംബവും അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ശ്രമിച്ചു നോക്കുക.